കണ്ണൂരിൽ കാറിടിച്ചു വീണ ബൈക്ക് യാത്രികൻ റോഡരികിൽ രക്തം വാർന്ന് മരിച്ചു എന്ന സങ്കടകരമായ വാർത്ത കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ റിപ്പോർട്ട് ചെയ്യുന്നു. വിളക്കോട് സ്വദേശി ടി.കെ. റിയാസാണ് മരിച്ചത്. നിർത്താതെ പോയ കാർ പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കണ്ണൂരിൽ നിന്നും സജോ ദേവസ്യ ടെലിഫോണിൽ ചേരുന്നു. സജോ ദേവസ്യ, എന്താണ് ശരിക്കും സംഭവിച്ചത്? എസ്.കെ. ഇന്നലെ വൈകിട്ടാണ് ഈ ദാരുണമായ സംഭവം. ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. കാറും ബൈക്കും കൂട്ടിയിടിച്ച് തെറിച്ചു വീണ ബൈക്ക് യാത്രികനായ യുവാവാണ് 20 മിനിറ്റോളം റോഡരികിൽ കിടന്ന് രക്തം വാർന്ന് മരിച്ചത്. നിർത്താതെ പോയ കാർ പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിളക്കോട് സ്വദേശി പനേരി സ്വദേശി ടി.കെ. റിയാസാണ്, 38-കാരനാണ് മരിച്ചത്. ശിവപുരം നടുവനാട് റോഡിൽ കോളാരിക്കടുത്തുള്ള വെള്ളിലോട്ടാണ് ഈ അപകടം നടക്കുന്നത്. കോളാരിയിൽ വീട് നിർമ്മാണം നടക്കുന്ന സ്ഥലത്തേക്ക് ഈ യുവാവ് യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോൾ എതിരെ എത്തിയ കാറാണ് ഇടിച്ച് തെറിപ്പിച്ചത്. റിയാസ് റോഡരികിലും ബൈക്ക് സമീപത്തെ റോഡിന് താഴേക്കും കിടക്കുകയായിരുന്നു. പക്ഷേ ഈ കാർ നിർത്തിയില്ല. അപകടം ഉണ്ടാക്കിയ കാർ നിർത്താതെ പോയി. ഈ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ റിയാസ് ഈ ആംബുലൻസ് എത്തും വരെ ഏതാണ്ട് ഒരു 20 മിനിറ്റിലധികം ഈ റോഡിൽ തന്നെ രക്തം വാർന്ന് കിടക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിക്കാൻ മറ്റു വാഹനങ്ങൾ ലഭിച്ചില്ല. അപകടം ഉണ്ടാക്കിയ കാർ തന്നെ അവിടെ നിർത്തുകയും റിയാസിനെ ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് പോലീസിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ഒക്കെ നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. രാത്രിയോടുകൂടി ഈ അപകടം ഉണ്ടായത്. പിന്നീട് ആംബുലൻസ് എത്തി ആശുപത്രിയിൽ, തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക്, പിന്നീട് കണ്ണൂരിലെ മറ്റൊരു ആശുപത്രിയിലേക്കും ഒക്കെ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഈ വിഷയത്തിൽ ഏതായാലും ഈ വാഹനത്തിന്റെ ഉടമ, ഓടിച്ച ഡ്രൈവർ എന്നിവർക്കെതിരെ ഉള്ള കർശന നടപടികൾ സ്വീകരിക്കും എന്ന് പോലീസ് ഇപ്പോൾ ഏതായാലും അറിയിക്കുന്നുണ്ട്. അങ്ങേയറ്റം ദാരുണമായ സംഭവം. എസ്.കെ. വളരെ സങ്കടകരമാണ് സജോ ദേവസ്യ ഈ വാർത്ത. തീർച്ചയായിട്ടും വണ്ടി ഇടിച്ചു വീഴ്ത്തി കഴിഞ്ഞാൽ വണ്ടി നിർത്താതെ പോവുക, ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തിന് നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു ആവേശമാകുമ്പോൾ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ഒരാൾ റോഡിൽ കിടക്കുന്നു എന്നുള്ള ചിന്ത ഈ ഡ്രൈവർക്കും കാറിനുള്ളിൽ സഞ്ചരിക്കുന്ന മറ്റേ ആളുകൾക്കും വേണം. ചിലപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചാൽ ചിലപ്പോൾ വലിയ ഒരുപാട് ജീവനുകൾ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും. ഈ കാര്യം മനസ്സിൽ വയ്ക്കണം. ഏറ്റവും അവസാന ഉദാഹരണമാണ് കണ്ണൂരിൽ അരങ്ങേറിയത്.